പത്മരാജ് സംസാരിക്കുന്നുണ്ടോ? ഹലോ ഹലോ ഗുഡ് ഈവനിങ്. യെസ്, പറഞ്ഞോളൂ. എനിക്ക് ചോദിക്കാനുള്ളത്, മതത്തിന്റെ പേരിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? മതത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയ പാർട്ടിയോ? അതെ. എന്താണ് അതിന്റെ ഒരു വിഷയം? എന്താണ് വിഷയം? പറഞ്ഞോളൂ നിങ്ങള്. അല്ല, ഒരു മതത്തിന്റെ പേരിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി അത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിനെ നിങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത്? മതത്തിന്റെ പേരിലും അതുപോലെ തന്നെ പല ആശയങ്ങളുടെ പേരിലൊക്കെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടാവും. അതൊക്കെ അവർക്ക് അവരുടേതായ ഇപ്പോൾ കമ്മ്യൂണിസം എന്നുള്ള ആശയത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ദേശീയതയെ മുന്നോട്ട് വെച്ചുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഉണ്ട്. മുസ്ലിങ്ങളുടെ ഒരു സാമുദായിക പാർട്ടി ഉണ്ടാവും. SNDP എന്ന് പറഞ്ഞുകൊണ്ട് ഈഴവരുടെ സാമുദായിക പാർട്ടി ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ NSS എന്ന് പറയുന്ന സാമുദായിക പാർട്ടി, എനിക്ക് തോന്നുന്നു നായർ സർവീസ് സൊസൈറ്റി, NSS എന്ന് പറയുന്ന സാമുദായിക സംഘടന ഉണ്ട്. ഒക്കെ നല്ലതാണ്. ഒരു ഡെമോക്രസി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ വിഭാഗം ആളുകൾക്കും അവരുടേതായ അവകാശങ്ങൾ നേടിയെടുക്കാൻ പൊളിറ്റിക്കലിയും സാമുദായികമായിട്ടും അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടുള്ള സംഘടനകൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ പൊസിഷൻ. ദളിത് സൊസൈറ്റികളുണ്ട്, അംബേദ്കർ പാർട്ടികളുണ്ട്, ഒക്കെ ഉണ്ട്. ഒക്കെ വേണം. അത് കുറച്ചും കൂടെ ഒക്കെ ആ നിലക്ക് സാമുദായികമായി അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ അത്തരം പാർട്ടികൾ വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ പൊസിഷൻ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BJP എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? BJP ഹിന്ദു പാർട്ടി എന്നുള്ള നിലക്കല്ലോ, ഹിന്ദുക്കളുടെ ഒരു പാർട്ടിയാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? SNDP-നോട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലല്ലോ, NSS-നോട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലല്ലോ. BJP-യെ ഞങ്ങൾക്ക് പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങളുടെ സമുദായത്തിന് വേണ്ടി നിങ്ങൾ പരമാവധി പ്രവർത്തിക്കണം. അതാണ് ഹിന്ദുക്കളോട് നമുക്ക് പറയാനുള്ളത്. ഇവിടെ ഹിന്ദു എന്ന് പറയുന്ന ആളുകൾ പലപ്പോഴും പിന്നെ താഴ്ന്ന ജാതിക്കാരായ ആളുകൾക്ക് ഒരു അവകാശങ്ങളും ഇല്ലാതെ പല റിപ്പോർട്ടുകളും പരിശോധിച്ച് നോക്കിയാൽ അത്രയും പ്രയാസകരമായി ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളുണ്ട്. അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യ്. ഒരു ഹിന്ദു പാർട്ടിയെങ്കിലും മര്യാദക്ക് ആത്മാർത്ഥമായി ഒരു ഹിന്ദു പാർട്ടിയെങ്കിലും ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ അതിനു പകരം മുസ്ലിങ്ങളെ എതിർക്കുക, മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുക എന്ന ലക്ഷ്യം ഉള്ളത് കൊണ്ടാണ് BJP എതിർക്കുന്നത്. അല്ലാതെ ഒരു ഹിന്ദു പാർട്ടി, നല്ലൊരു ഹിന്ദു പാർട്ടി വന്നാൽ നല്ലതാണെന്നാണ് എന്റെ അഭിപ്രായം. BJP-നെ ഒരു ഹിന്ദു പാർട്ടിയായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല? ഹിന്ദുത്വ പാർട്ടിയായിട്ടാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. ഹിന്ദുത്വ പാർട്ടി അപ്പൊ എന്താണ് അതിന്റെ വ്യത്യാസം? എന്താണെന്നാണ് അതിന്റെ വ്യത്യാസം? നമ്മുടെ പിന്നെ സവർക്കറും അതുപോലെ തന്നെ ഗോൾവാൾക്കറും ഒക്കെ എഴുതിയിട്ടുള്ള ഒരു ആശയമാണ് ഹിന്ദുത്വമൊക്കെ ഉള്ളത്. ആ ഹിന്ദുത്വം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് ആഭ്യന്തര ശത്രുക്കളുണ്ട്. ആരാണ് ആഭ്യന്തര ശത്രുക്കൾ? 3 എമ്മുകളാണ് ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്നത്. 1 മുസ്ലിംസ്, 2 മിഷണറീസ്, 3 മാർക്സിസ്റ്റ്. മുസ്ലിം, മിഷണറീസ്, മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ആഭ്യന്തര ശത്രുക്കൾക്കെതിരായിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഊർജം ചെലവഴിക്കേണ്ടത് എന്ന് പറയുന്ന അത്യന്തം ഹീനമായിട്ടുള്ള അപരവിദ്വേഷത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ആശയമാണ് BJP-ക്കുള്ളത്, ഹിന്ദുത്വക്കുള്ളത്. അതൊരിക്കലും ഹിന്ദുക്കളുടെ നന്മക്ക് വേണ്ടിയല്ല. അത് ഒരു ബ്രാഹ്മണിക്കൽ ഹെജിമണിക്കൽ ആയിട്ടുള്ള പാർട്ടിയാണ്. അവിടെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആ വലിയൊരു സമൂഹത്തിന്റെ വലിയൊരു ഭാഗം ദളിതന്മാരായിട്ടുള്ള അതുപോലെ തന്നെ താഴ്ന്ന ജാതിക്കാരായ ആളുകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ലാത്ത രൂപത്തിൽ അപരനെ നോക്കി അപരനെ കാണിച്ചുകൊണ്ട് വിദ്വേഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് BJP ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം, മാർക്സിസ്റ്റ്, മിഷണറീസ് എന്ന് പറയുന്ന 3 അപരന്മാരെ വെച്ചുകൊണ്ട് ഒരു അപരവിദ്വേഷം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് BJP-യെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. അതല്ലാതെ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നതല്ല. ഹിന്ദുക്കൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണം. ഹിന്ദുക്കൾ പ്രത്യേകിച്ചും കുറച്ചും കൂടിയൊക്കെ സ്വന്തത്തിന് വേണ്ടി സംസാരിക്കാൻ നോക്കണം. വേറുള്ളവരെ കുറ്റവും കുറവും അല്ലെങ്കിൽ അവർക്കെതിരായ വെറുപ്പും വിദ്വേഷമൊക്കെ എല്ലാം ഉണ്ടാക്കേണ്ടത് സ്വന്തത്തിന് വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയാണ് വേണ്ടത്. അതിന് സാമുദായിക പാർട്ടികൾ, ഇപ്പോൾ SNDP പോലെ NSS പോലെയുള്ള പാർട്ടികളൊക്കെ കുറച്ചുകൂടി അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന രൂപത്തിലേക്ക് വരണം. പക്ഷെ പലപ്പോഴും ഈ BJP-ന്റെ അടക്കം ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മൾ കാണുന്നത് വെച്ചാൽ SNDP-ക്കാർ ഈഴവർക്ക് വേണ്ടി സംസാരിക്കുന്നതിന് പകരം മുസ്ലിങ്ങളെ എങ്ങനെയെങ്കിലും എതിർക്കുക, മുസ്ലിങ്ങൾക്കെതിരായിട്ട് വിദ്വേഷം ഉണ്ടാക്കുക എന്നുള്ളതിലേക്കൊക്കെ പോകുന്നുണ്ട്. ആ പോകുന്നതിനെ നമ്മൾ എതിർക്കും. അതിനപ്പുറത്തേക്ക് ഈഴവർക്ക് വേണ്ടി ഒരു പാർട്ടി വേണം, നായന്മാർക്ക് വേണ്ടി ഒരു പാർട്ടി വേണം, ദളിതന്മാർക്ക് വേണ്ടി ഒരു പാർട്ടി വേണം. അങ്ങനെയാണ് വേണ്ടത്. അതല്ലാതെ അപരവിദ്വേഷമല്ല വേണ്ടത്. ഇപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു ഹിന്ദുക്കളെ നോക്കൂ, ഹിന്ദുക്കളെ നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടൊരു മുസ്ലിം പാർട്ടി ഉണ്ടെങ്കിൽ നിങ്ങളെ പത്മരാജിനേക്കാൾ മുമ്പ് അതിനെ എതിർക്കുന്നത് മുസ്ലിങ്ങളായിരിക്കും. ഹിന്ദുക്കളെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിം പാർട്ടി ഉണ്ടെങ്കിൽ നിങ്ങളെക്കാൾ മുമ്പ് അതിനെ എതിർക്കുന്ന ഞങ്ങളായിരിക്കും, മുസ്ലിങ്ങളായിരിക്കും. അപ്പോൾ മുസ്ലിങ്ങൾ അവരുടെ കടമ നിർവഹിക്കുന്നുണ്ട്. ഇവിടെ അത്തരത്തിലുള്ള ആളുകൾ പിന്നെ ഉണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ആളുകൾ ഉയർന്നു വരുമ്പോൾ അതിനെതിരെ മുസ്ലിം സംഘടനകളാണ് അതിനെതിരെ ക്യാമ്പയിൻ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ വളരെ പ്രയാസകരമായ ഒരു കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ ഹിന്ദുക്കളിൽ നിന്ന് ഇത്തരത്തിലുള്ള ആളുകൾ എലമെന്റ്സ് ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഹിന്ദു സംഘടനകൾ അത്ര വിജിലന്റ് ആവുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതുകൂടിയൊക്കെ ആവുമ്പോഴാണ് കുറച്ചൊരു ഒരു എന്താ പറയാ ഒരു പരിഹാരത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. ഓക്കെ, പറഞ്ഞോളൂ.
എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഐഡിയോളജി ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരിക്കലും ഇപ്പൊ അവരെ വിദ്വേഷം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളുടെ ഉള്ളിലും ഉണ്ട്, പക്ഷെ അത് ഏറിയും ഇല്ല കുറഞ്ഞും ഉണ്ടാവും മാത്രമാണ്. ഇല്ല ഇല്ല അത- അതായത് അപരവിദ്വേഷം ഒരു അപരനെ അല്ലല്ല ഇല്ലാതാക്കണം എന്നുള്ള ഒരു അല്ലല്ല ഐഡിയോളജി അങ്ങനെയല്ല. പ്രശ്നമാണ്. അത് മതം ഉണ്ടെങ്കിൽ ആ മതത്തിന് പ്രശ്നമാണ്. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ പൊതുവിൽ അങ്ങനെ കാണുന്നില്ല. അല്ലല്ല ഞാൻ ഞാൻ അല്ല ഞാൻ അപരനെ ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ ഏതും ഒരു മതം മറ്റു മതത്തിലത്തെ ഐഡിയോളജി ഒരിക്കലും അംഗീകരിക്കില്ലല്ലോ. ഇപ്പോ മറ്റു മത ദൈവങ്ങളെ അംഗീകരിക്കാത്ത അത് ഒരു അപരവിദ്വേഷം തന്നെയല്ലേ വേറൊരു രീതിയിൽ. കുറച്ച് പൊളൈറ്റ് ആയിട്ടാണെങ്കിലും മറ്റു മതവിശ്വാസങ്ങളെ പത്മരാജ് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. താങ്കൾക്ക് എന്നോട് വിദ്വേഷം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം? അല്ല, തീർച്ചയായിട്ടും അല്ല. അതാണ് പറയുന്നത്. വിയോജിപ്പ് എന്ന് പറയുന്നത് ആശയപരമാണ്, വിദ്വേഷം എന്ന് പറയുന്നത് വേറെയാണ്. താങ്കൾ പറയുന്ന കാര്യങ്ങളോട് പലതിനോടും എനിക്ക് വിയോജിപ്പുണ്ട്, പക്ഷെ എനിക്ക് താങ്കളോട് വിദ്വേഷമില്ല. വിദ്വേഷം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കിയത് ബാസിൽ, ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോ എന്താ പറയാ, അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല, ബാക്കി എല്ലാ ദൈവങ്ങളും ശരിയല്ല എന്ന് പറയുന്നത് ഒരു സങ്കുചിത മനോഭാവം തന്നെയല്ലേ? അല്ലല്ല. കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വിശ്വാസം ഉണ്ടാവും. ഇപ്പോ അത് ആ രീതിയിൽ തന്നെ വിശ്വസിച്ച് പൊയ്ക്കോട്ടെ എന്നതിലുപരി അതല്ല, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിൽ ഈ പഠിപ്പിക്കുന്നത് ഒരു സങ്കുചിത മനോഭാവം അല്ലേ എന്നാണ് എന്റെ ചോദ്യം. ഓക്കെ, പത്മരാജ് പറഞ്ഞ കാര്യം മനസ്സിലായി. ഞാൻ ജസ്റ്റ് ഒന്ന് അതിനൊന്ന് പ്രതികരിക്കട്ടെ. അള്ളാഹു അല്ലാതെ ദൈവമില്ല എന്ന് വിശ്വസിക്കാൻ ഒരു മുസ്ലിമിന് ബാധ്യത ഉണ്ട്. അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരെയും സൃഷ്ടിച്ച്, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും എല്ലാവരെയും സൃഷ്ടിച്ച ഏകനായ ഒരു ദൈവം. ആ ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത്. അത് വിശ്വസിക്കാൻ ഒരു മുസ്ലിമിന് അധികാരമുണ്ട്. അത് മറ്റുള്ളവരോട് പറയാൻ ഒരു മുസ്ലിമിന് അധികാരമുണ്ട്. ഏതുവരെ? നമ്മുടെ ഭരണഘടനയിൽ പോലും അതിന് അധികാരമുണ്ട്. നമ്മുടെ ഭരണഘടന പറയുന്നത് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ മാത്രമല്ല, അനുഷ്ഠിക്കാൻ മാത്രമല്ല, അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനടക്കം. അതായത് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് വെച്ചാൽ ഏകനായ ദൈവമല്ലാതെ മറ്റ് എൻറ്റിറ്റികളെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് പറയാനുള്ള അവകാശം, അത് മറ്റുള്ളവരോട് പറയാനുള്ള അവകാശം അടക്കം നമ്മുടെ ഭരണഘടനയിലുണ്ട്. ആ ഭരണഘടനയിലുള്ള ആ ആശയം എന്ന് പറയുന്നത് വിദ്വേഷമല്ല, അതൊരു ആശയമാണ്. ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്ന ഒരു ആശയമാണ്. പക്ഷെ എപ്പോഴാണ് അതൊരു വിദ്വേഷാവുക? ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഏകദൈവം മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നു പത്മരാജും ആ ഏകദൈവത്തിന് മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പത്മരാജിനെ ഞാൻ കൊല്ലും, അല്ലെങ്കിൽ പത്മരാജിനെ ഞാൻ ഉപദ്രവിക്കും എന്ന് പറഞ്ഞാൽ അത് വിദ്വേഷമാണ്. അത് പറയാത്തിടത്തോളം കാലം പത്മരാജിന് ഒരു പക്ഷേ ഏകദൈവത്തിൽ വിശ്വാസം ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് ദൈവങ്ങളിൽ വിശ്വാസം ഉണ്ടാവാം, 3 ആളത്വങ്ങൾ കൂടിയൊരു ദൈവത്തിൽ വിശ്വാസം ഉണ്ടാവാം, ഒക്കെ ആവാം. പക്ഷെ ഞാൻ പത്മരാജനോട് പറയുന്നു, നിന്റെ വിശ്വാസം അതാണ്, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അത് ശരിയല്ല എന്നാണ് കേട്ടോ. നമ്മളെല്ലാവരും സൃഷ്ടിച്ച ഏകനായ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിൽ വിശ്വസിക്കലാണ് ശരി, മോക്ഷത്തിന്റെ മാർഗം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതാണ് മോക്ഷത്തിലേക്കുള്ള വഴി എന്നുള്ളതുകൊണ്ട് ഞാൻ താങ്കളോട് ഇത് പറയുന്നു എന്നുള്ള ആശയപരമായ കൺവേയിങ്, അത് ഒരിക്കലും വിദ്വേഷമല്ല. അത് ഒരു വേള ഗുണകാംക്ഷയാണ്. ഒരു പക്ഷേ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മതപ്രചാരണം നടത്തിയിട്ടുള്ളത് ക്രൈസ്തവരായ ആളുകളാണ്. ഒരുപാട് ആൾക്കാരെ മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്, ഒരുപാട് മതപ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ അത് കുറവാണെങ്കിലും നടത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു ക്രൈസ്തവനായ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ, ബൈബിളും പിടിച്ച് വരുമ്പോൾ, അവനെ നമ്മൾ ഒരു പ്രയാസത്തോടെ കാണേണ്ട കാര്യമില്ല. കാരണം എന്താ? അവൻ വളരെ ആത്മാർത്ഥതയുള്ളവരാണ്. കാരണം എന്താ? യേശുവിന്റെ ക്രൂശീകരണത്തിലൂടെയാണ് മനുഷ്യന്റെ മോക്ഷം എന്ന് അത്രയും ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന അവൻ എന്നെ ബാസിൽ എന്നും അബ്ദുള്ള ബാസിൽ എന്ന് പറയുന്ന എന്നെ സമീപിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എന്നോട് ദേഷ്യമുള്ളതുകൊണ്ടല്ല. ഞാൻ അള്ളാഹുവിനെയാണ് വിശ്വസിക്കുന്നത്, ഞാൻ മുസ്ലിം ആണെന്ന് അറിഞ്ഞിട്ട് എന്നോട് ദേഷ്യം കൊണ്ടല്ല അവൻ വരുന്നത്. അവൻ വിശ്വസിക്കുന്നത് അബ്ദുള്ള ബാസിൽ എന്ന് പറയുന്ന ഞാൻ മോക്ഷം പ്രാപിക്കണം, യേശുവിന്റെ ക്രൂശീകരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാനും രക്ഷപ്പെടണം എന്ന ചിന്തയിലാണ് അവൻ എന്നോട് ക്രൈസ്തവത പറയാൻ വരുന്നത്, എന്നോട് ക്രൂശീകരണം പറയാൻ വരുന്നത്, എന്നോട് സുവിശേഷം പറയാൻ വരുന്നത്. അപ്പോ അതൊരിക്കലും ഒരു വിദ്വേഷമായിട്ട് കാണണ്ട. അത് എന്റെ മോക്ഷത്തിന് അവൻ കൂടി ആഗ്രഹിക്കുന്നതുകൊണ്ട് വരുന്നതാണ്. അവന്റെ ആശയങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്. യേശുവിന്റെ ക്രൂശീകരണത്തിലൂടെയാണ് മോക്ഷം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. യേശു മഹാനായ പ്രവാചകനാണ്, ഒരിക്കലും ദൈവമല്ല എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ആ വിയോജിപ്പുള്ളതോടൊപ്പം തന്നെ അവൻ എന്നെ ക്ഷണിക്കുന്നതും അവൻ എന്നെ മതപരിവർത്തനം നടത്താൻ ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ പോലും വരുന്നതും ഒരു വിദ്വേഷമായിട്ട് കാണേണ്ടതില്ല. ഒരു ക്രൈസ്തവൻ ഉറച്ചു വിശ്വസിക്കുന്നത് യേശുവിന്റെ ക്രൂശീകരണത്തിലൂടെ മാത്രമാണ് മോക്ഷം എന്നാണ്, അതിലൂടെ മാത്രമാണ് മോക്ഷം എന്നാണ്. അല്ലാത്തവരൊക്കെ നരകത്തിലാണ് എന്നുള്ളതാണ് ക്രൈസ്തവതയുടെ അടിസ്ഥാനം. പക്ഷെ അതായിരിക്കുമ്പോഴും അത് അവർക്ക് വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്, കാരണം അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്. പക്ഷെ എപ്പോഴാണ് അത് ഫാസിസമാകുന്നത്, എപ്പോഴാണ് അത് വിദ്വേഷമാകുന്നത്? അബ്ദുള്ള ബാസിൽ എന്ന് പറയുന്ന ഞാൻ
അതിൽ വിശ്വസിക്കാതിരിക്കരുത്, യേശുവിന്റെ കുരിശ് ഞാൻ അതുമേറി നടക്കണം എന്ന് പറയുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്, മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് അത് പ്രശ്നമാവുന്നത്. അടിച്ചേൽപ്പിക്കാത്തിടത്തോളം ആർക്കും വിശ്വസിക്കാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പത്മരാജ് ഇതിനോട് പ്രതികരിച്ചോളൂ. അല്ല ബാസിൽ, ഞാൻ പറഞ്ഞ ഇതിലത്തെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ ഹിന്ദുക്കൾക്ക് പല ദൈവങ്ങളുണ്ട്, പലതിലും വിശ്വസിക്കുന്നുണ്ട്, അത് അവരുടെ വിശ്വാസമാണ്. പക്ഷെ അവര് പഠിപ്പിക്കപ്പെടുന്നത് അതിൽ മാത്രമേ വിശ്വസിക്കാവൂ, ബാക്കിയുള്ളതെല്ലാം തെറ്റാണ് എന്നുള്ള ഒരു അധ്യാപനം അതിലില്ല. ക്രിസ്ത്യാനിറ്റിയിലെ ഇപ്പൊ ബാസിൽ പറഞ്ഞ പോലെ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഹിന്ദുമതത്തിൽ അങ്ങനെയില്ല. ഹിന്ദുമതത്തിൽ പല ദൈവങ്ങളുണ്ട്, പല ദേവന്മാരുണ്ട്, ഏതിൽ വേണമെങ്കിലും വിശ്വസിക്കാം. പക്ഷെ അതല്ലാതെ വേറെ ഏതിലും വിശ്വസിക്കരുത് എന്നൊരു അധ്യാപനം ഇല്ല. പക്ഷെ ഇസ്ലാമിൽ അത് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ആയിക്കോട്ടെ. ഓക്കെ, ഹിന്ദു മതത്തിൽ അങ്ങനെ ഇല്ല എന്നുള്ളത് കൊണ്ട് ബാക്കി ആർക്കും അങ്ങനെ വിശ്വസിച്ചുകൂടാന്നില്ലല്ലോ. ഇവിടെ ക്രൈസ്തവർ യേശു ക്രൂശീകരണത്തിലുള്ള മാത്രമാണ്. ഞാൻ പറയുന്നത് ഒറ്റ പോയിന്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് സംസാരിച്ചോളൂ. ഞാൻ പറയുന്നത് ഹിന്ദുമതത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്നാണ് എന്റെ പോയിന്റ്. അതായത് ഒരു മുസ്ലിമിന് ഏകനായ ദൈവത്തിൽ വിശ്വസിച്ചാൽ ആണ് മോക്ഷം എന്ന് വിശ്വസിക്കാനോ, ഒരു ക്രൈസ്തവന് ക്രൂശീകരണത്തിലൂടെ മാത്രമാണ് മോക്ഷം എന്ന് വിശ്വസിക്കാനോ, അല്ലെങ്കിൽ ഓരോ മതത്തിലുമുള്ളവർക്കും അതിലൂടെയാണ് മോക്ഷം എന്ന് വിശ്വസിക്കാൻ, മറ്റുള്ളത് തെറ്റാണെന്ന് വിശ്വസിക്കാനുള്ള അതിനുള്ള അവകാശമുണ്ട്. അതൊരിക്കലും വിദ്വേഷം അല്ലാതാണ് എന്റെ പോയിന്റ്. അത് ഹിന്ദുമതത്തിൽ ഇല്ലെങ്കിൽ ഹിന്ദുമതക്കാര് ആണെങ്കിൽ അള്ളാഹുലും യേശുവിനും ഒക്കെ വിശ്വസിച്ചോട്ടെ, കുഴപ്പമില്ല. അത് അവർക്ക് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ ഞാൻ പറയുന്നത് ഒരു കൃത്യമായ ഒരു ആദർശം ഉണ്ടെങ്കിൽ ആ ആദർശമാണ് ശരിയെന്ന് അവർ സ്വാഭാവികമായിട്ട് വിശ്വസിക്കും. ഹിന്ദുമതത്തിൽ അങ്ങനെ കൃത്യമായ ആദർശം ഇല്ല എന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, കൃത്യമായ ആദർശം ഇല്ലാതെ ജീവിക്കാനും ഇവിടെ അവകാശമുണ്ട്. അങ്ങനെ ജീവിച്ചോട്ടെ, കൃത്യമായ ആദർശമുള്ളവർ അങ്ങനെയും ജീവിച്ചോട്ടെ. ഇതിൽ വേറെ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. ഇവിടെ പ്രശ്നം വരുന്നത് അത് അടിച്ചേൽപ്പിക്കുമ്പോഴാണ്, ജയ് ശ്രീരാം വിളിപ്പിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അള്ളാഹു അക്ബർ എന്ന് വിളിപ്പിക്കുമ്പോഴാണ് പ്രശ്നം വരിക. ജയ് ശ്രീരാം വിളിച്ചണം അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലും എന്ന് പറയുന്നിടത്ത് അതൊരു പ്രശ്നമാണ്. അല്ലെങ്കിൽ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിട്ടില്ലേ നിങ്ങളെ കൊല്ലും എന്ന് പറയുന്നിടത്ത് പ്രശ്നം തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചാൽ അത് നന്മയാണ് എന്ന് വിശ്വസിക്കാൻ ഒരാൾക്ക് അവകാശമുണ്ട്. ജയ് ശ്രീരാം എന്ന് വിളിച്ചാൽ അത് നന്മയാണ് എന്ന് വിശ്വസിക്കാൻ ഒരാൾക്ക് അവകാശമുണ്ട്. ബാസിൽ അവസാനം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അതായത് ഈ ഐഡിയോളജിയുടെ തീവ്രത ഏത് മതത്തിലായാലും ഏത് ഐഡിയോളജിയിലായാലും അത് പ്രശ്നം തന്നെയാണ്. ഒരു തീവ്രമായ ആശയമാണല്ലോ തീവ്രവാദം എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പോൾ അവസാനം പറഞ്ഞ അതിനോട് ഞാൻ യോജിക്കുന്നു. അതായത് അല്ലാഹു അക്ബർ അത് വിളിക്കാൻ അവർക്ക് അവകാശമുള്ള പോലെ ജയ് ശ്രീരാം എന്ന് വിളിക്കാൻ മറുപുറത്തുള്ളവർക്കും അവകാശമുണ്ട്. പക്ഷെ അത് മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നതാണ് തെറ്റ്. ഇപ്പോ അവസാനം ബാസിൽ പറഞ്ഞത് അല്ലാഹു അക്ബർ എന്ന് വിളിച്ചില്ലെങ്കിൽ കൊല്ലുന്ന ആൾക്കാരോട് എന്തായാലും ബാസിലിന് വിയോജിപ്പുണ്ടെന്ന് മനസ്സിലായി. അതിനോട് ഞാനും യോജിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്, മതത്തിന്റെ ആശയങ്ങൾ തീവ്രമായി പോവുക എന്നുള്ളത്, അതായത് ഒരു നല്ലൊരു കാര്യം നല്ല ആത്മാർത്ഥതയോട് വിശ്വസിക്കുക എന്നുള്ളതല്ല. തീവ്രമാകുക എന്ന് ഉദ്ദേശിക്കുന്നത് അത് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുമ്പോൾ പ്രശ്നമാവുക. എല്ലായിടത്തും തന്നെ ഏത് ഐഡിയോളജി ആണ്. ഇപ്പം എന്തുകൊണ്ടാണ് കമ്മ്യൂണിസം ഭയങ്കര ദുരന്തമായി പോയത്? അത് അടിച്ചേൽപ്പിക്കാനും ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലുന്നിടത്തേക്കും പോയപ്പോഴാണ്. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന ഐഡിയോളജിയായി അല്ലെങ്കിൽ ഒരു മതമായി മാറിയത്? അത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പോയപ്പോഴാണ്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഐസിസും അൽഖായിദയും ഒക്കെ ഒരു പ്രശ്നമായി ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പോകുമ്പോഴാണ്. അത് ഏത് ഐഡിയോളജി ആണെങ്കിലും യഥാർത്ഥത്തിൽ ആ ഐഡിയോളജി അല്ല ആ എക്സ്ട്രീമിസത്തിലേക്ക് ഫ്യൂൽ ചെയ്യുന്നത്, മറിച്ച് ആ ആളുകളുടെ ചിന്താഗതിയാണ്. ഇത് ഞാൻ അതുകൊണ്ടാണ് നമ്മൾ ഈ ഭീകരവാദത്തിന്റെ മതം എന്ന് നമ്മൾ ടൈറ്റിൽ ഇടാൻ കാരണം വെച്ചാൽ ഈ ഭീകരത എന്ന ഈ ഒരു മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുക എന്നത് തന്നെ ഒരു മതമാണ്. അത് മുസ്ലിമിലും ഉണ്ടാവും, ഹിന്ദുവിലും ഉണ്ടാവും, ക്രിസ്ത്യാനിയിലും ഉണ്ടാവും, കമ്മ്യൂണിസ്റ്റുകാരിലും ഉണ്ടാവും, നിരീശ്വരവാദികളിലും ഉണ്ടാവും. എല്ലാവരിലും മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുക എന്ന ഈ മതം പേറിയ ആളുകൾ, അല്ലെങ്കിൽ എല്ലാവരും ഞാൻ പറയുന്നത് പോലെ ജീവിക്കണം, ഇല്ലെങ്കിൽ ഞാൻ അവരെ ഉപദ്രവിക്കും എന്ന ചിന്ത ഉള്ള ആളുകൾ എല്ലാവരും പ്രശ്നക്കാരാണ്. അത് നിരീശ്വരവാദിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും അതിനെതിരെ ആ ഒരു മതത്തിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്. അതല്ലാതെ മുസ്ലിങ്ങളിൽ ഭീകരവാദികളുണ്ട്, ക്രിസ്ത്യാനികളിൽ ഭീകരവാദികളുണ്ട്, അതുകൊണ്ട് ഞാൻ ഇസ്ലാമിനെ എതിർത്തിരുന്നു, ക്രിസ്ത്യാനിറ്റിക്കെതിരെ തിരിയുന്നു എന്നല്ല നമ്മുടെ ഒരു സ്റ്റാൻഡ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ബാസിൽ ISSനെയും അനുകൂലിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ISS, ഹമാസ് പോലുള്ള ഭീകര സംഘടനകളെ അനുകൂലിക്കുന്നില്ല എന്നാണ് ബാസിൽ പറയുന്നത്, അല്ലെ? ISISനെ അനുകൂലിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു ചർച്ചക്ക് പോലും ഒരു മാറ്റർ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അംഗീകരിക്കുന്ന ഒരു മലയാളിയെങ്കിലും
ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ആകെ ഉള്ള ഒരാള് ഹമാസിനെയും ആ ഗണത്തിൽ പെടുത്താൻ പറ്റുമോ? ഹമാസിനെ ISIS ഗണത്തിൽ എന്തായാലും പെടുത്താൻ പറ്റൂല. അതിനോട് യോജിപ്പുകളുണ്ട്. ഹമാസിനോട് യോജിപ്പും വിയോജിപ്പുകളും ഉണ്ട്. ഹമാസ് ചെയ്ത ചില പ്രവർത്തികളോട് ചില വിയോജിപ്പ്. കാരണം സിവിലിയൻസിലേക്ക് അവര് പട്ടാളക്കാരെയാണ് പിന്നെ ലക്ഷ്യം വെച്ചതെന്ന് പറയുമ്പോഴും ചില സിവിലിയൻസിനെ അതിൽ പെട്ടതുകൊണ്ട് അതിനോട് വിയോജിപ്പുണ്ട്. പക്ഷെ അത് ISIS പോലെയല്ല ഒരിക്കലും. കാരണം ISIS കോഴ്സ് വേറെയാണ്, ഹമാസിന്റെ കോഴ്സ് വളരെ ജെന്യുവൻ. ISIS അൺകണ്ടീഷണലി എതിർക്കുകയാണ് അല്ലേ? ഉറപ്പ്, എന്താ സംശയം? കാരണം പത്മരാജ്, നിരപരാധികളെ കൊല്ലുന്ന ഒന്നിനോട് ഇസ്ലാമിന് യോജിക്കാൻ പറ്റില്ല. ഖുർആൻ ഒരു ആവർത്തി വായിച്ച ഒരാൾക്ക് അത് സങ്കല്പിക്കാൻ പോലും പറ്റൂല. കാരണം ഖുർആൻ നേരത്തെ ബാസിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു നിരപരാധിയുടെ ജീവൻ രക്ഷിച്ചാൽ ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചു പോയും ഒരാളെ നിരപരാധിയെ കൊന്നാൽ ലോകത്തെ മുഴുവൻ മനുഷ്യരെ കൊന്ന പോലെ എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഖുർആൻ വായിച്ച ഒരാൾക്ക് എങ്ങനെ ഒരാളെ കൊല്ലാൻ പറ്റും? തന്റെ മതത്തിലല്ല, തന്റെ മതം നോക്കി. ഇപ്പൊ ഏതായാലും പത്മരാജ് ഇപ്പം കാശ്മീരിൽ മതം നോക്കി കൊന്നു എന്ന് പറഞ്ഞത് ഒരിക്കലും നിലക്ക് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ഖുർആൻ വായിച്ച ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. അതേ സ്ഥാനത്ത് നോർത്ത് ഇന്ത്യയിലെ ചില ഭാഗങ്ങളിൽ പിന്നെ തന്റെ മതം അല്ലാത്തതിനാൽ ഒരാളെ തല്ലിക്കൊല്ലുക, അതും പിന്നെ ഒരു നിലക്കും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ ഇസ്ലാം അത് ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. അപ്പൊ കാശ്മീരിൽ അവിടെ കൊന്നവര് മുസ്ലിം അല്ല എന്നാണ് പറയുന്നത് അല്ലെ? അവർ ഇസ്ലാമിക ആദർശമല്ല എന്നാണ് പറയുന്നത്. മുസ്ലിം പേരുണ്ടാവും, ഒബ്വിയസ്ലി മുസ്ലിം പേരുള്ളവരിൽ അല്ല. മുസ്ലിം പേര് സ്വീകരിച്ച അപ്പൊ തന്നെ അവര് വിശുദ്ധനാകും എന്നല്ലല്ലോ നമ്മൾ പറയുന്നത്. ഇസ്ലാം അല്ല അവർ ചെയ്തത്. ഓക്കെ, അവര് മുസ്ലിം അല്ല. അപ്പൊ ശരിക്കും ഇസ്ലാമിക ചെയ്യാൻ പറ്റില്ല. സാലുദ്ദീൻ പറഞ്ഞ ഒരു മുസ്ലിമിന് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അപ്പൊ അവര് മുസ്ലിം അല്ല. അതെ, അവന്റെ ആശയം ഇസ്ലാം ആയിക്കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരാൾ വ്യഭിചരിച്ചാൽ ഒരു മുസ്ലിമിന് വ്യഭിചരിക്കാൻ പറ്റുമോ ചോദിച്ചാൽ വ്യഭിചരിക്കാൻ പറ്റൂല. പക്ഷെ മുസ്ലിം പേരുള്ള ആളുകൾ വ്യഭിചരിക്കുന്നില്ലേ? ഒരു മുസ്ലിമിന് പീഡിപ്പിക്കാൻ പറ്റുമോ? ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ പറ്റുമോ ചോദിച്ചാൽ പീഡിപ്പിക്കാൻ പറ്റൂല. പക്ഷെ മുസ്ലിം പേരുള്ളവർ പീഡിപ്പിക്കുന്നില്ലേ? അവർക്ക് മുസ്ലിം പേരുണ്ടാവും, പക്ഷെ ആ ചെയ്യുന്ന പ്രവൃത്തി ഇസ്ലാമുമായി ഒരു ബന്ധവും ഇല്ലാത്തൊരു കാര്യം. അതേപോലെ തന്നെയാണ് ആളുകളെ കൊല്ലുക എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണെന്ന് പഠിപ്പിക്കുന്ന ഒരു മതം വിശ്വസിച്ചുകൊണ്ട് കൊല്ലൽ മാത്രമല്ല, ഒരു മനുഷ്യനെ മാത്രമല്ല, ഒരു ജീവിയെ പ്രയാസപ്പെടുത്തുന്നത് പോലും ഇസ്ലാമിക അധ്യാപന പ്രകാരം കുറ്റകരമാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഒരാളെ കൊല്ലാൻ പറ്റുക? അത് പറ്റൂലല്ലോ, ഒബ്വിയസ്ലി അത് പറ്റൂല. പക്ഷെ ഞാനൊരു ട്രോള് കണ്ടിട്ടുണ്ട്, പല്ലീനെ ഒറ്റയടിക്ക് അടിച്ചു കൊല്ലണം എന്നൊക്കെ ഒരു ട്രോള് കണ്ടിട്ടുണ്ട്. അത് ശരിയാണോ എനിക്കറിയില്ല. ഉപദ്രവകരമായ പല ജീവികളെയും, പാമ്പിനെ കൊല്ലുന്ന കാര്യമൊക്കെ പറഞ്ഞു. പത്മരാജ് തെറ്റിദ്ധരിക്കേണ്ടതില്ല. കംപ്ലീറ്റ് എന്താ പറയാ, ഒരു ജീവിയെയും ഉപദ്രവിക്കാത്ത, പിന്നെന്താ കൊതുകിനെ കൊല്ലാത്ത അങ്ങനെ ആ രൂപത്തിലല്ല പറയുന്നത്. മറിച്ച് നമുക്ക് ഉപദ്രവകരമായിട്ടുള്ള ജീവികളെ പിന്നെ കൊല്ലുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതല്ല ഇവിടെ പറയുന്നത്. അത് നമ്മുടെ ഒരു ജനറൽ റൂളാണ് പറഞ്ഞത്. ആരെയും ഉപദ്രവിക്കരുത്, ഒരു ജീവിയെയും ഉപദ്രവിക്കരുത് എന്ന് വെച്ചിട്ട് പാമ്പിനെ കൊല്ലുന്നതും കൊതുകിനെ കൊല്ലുന്നതും ഒക്കെ അതിന്റെ കോൺട്രഡിക്ഷൻ ആണെന്നുള്ള ബുദ്ധികൾ ആരും പറയില്ലല്ലോ. ഒരു കാര്യം കൂടി പറയാം. 2006 പിന്നെ സൗദി അറേബ്യയിലെ മുസ്ലിങ്ങൾ ഏറ്റവും തലമുതിർന്ന നേതാവ്, അവിടുത്തെ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയും അദ്ദേഹം, പിന്നെ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ സംഗമിക്കുന്നതാണ് അവിടുത്തെ ഹജ്ജ്. ആ ഹജ്ജിൽ നടത്തുന്ന ഏറ്റവും സുപ്രധാനമായ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഈ ISIS അടക്കമുള്ള ഭീകര സംഘടനകൾ മുസ്ലിങ്ങൾ ഏറ്റവും വലിയ ശത്രുവാണ്. അവർക്കെതിരെ തങ്ങളെ കൊണ്ടാകുന്നതെല്ലാം ചെയ്യൽ ഒരു മുസ്ലിമിന്റെ നിർബന്ധ ബാധ്യതയാണ്. ഇത് പറയുന്നത് സൗദി അറേബ്യയിലെ ഏറ്റവും ഉയർന്ന പൊസിഷനിലുള്ള അവിടുത്തെ ഗ്രാൻഡ് മുഫ്തിയാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഇസ്ലാമിന്റെ നിലപാട്. എല്ലാ തീവ്രവാദത്തോട് ഇസ്ലാമിന്റെ നിലപാട് അതാണ്. ഒരു മുസ്ലിമിന് ഇത്ര സംഘടനകളെയോ നിരപരാധികളെ കൊല്ലുന്ന ഒരു സംഗതിയോ നിങ്ങൾ ഒരു നിലക്കും കഴിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഇസ്ലാമിനെ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് സോഷ്യൽ മീഡിയ ആവരുത്. അതിന്റെ ശരിയായ സ്രോതസ്സിൽ നിന്ന് നിങ്ങളുടെ അൺമാസ്കിംഗ് അനോമലീസ് ചാനലിൽ യൂട്യൂബിൽ ഇത്തരം കുറെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ അതൊന്ന് സന്ദർശിക്കണം. ഇല്ലില്ല, ഓക്കെ, താങ്ക് യു. ഒറ്റ കാര്യം കൂടി പത്മരാജനോട് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. പിന്നെ കാശ്മീരിലുള്ള ആ പ്രവൃത്തിനെ കുറിച്ച് ചോദിച്ചത്, അത് അവർ മുസ്ലിങ്ങളല്ലല്ലോ എന്ന് ചോദിച്ചല്ലോ. ഒറ്റ കാര്യം കൂടി പറയാം. ഒരു ഇസ്ലാമിക നിയമമാണ് നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ ആ ചെയ്ത വ്യക്തികളെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ശിക്ഷ മരണശിക്ഷയാണ്. അവരെ വധശിക്ഷയാണ് വിധിക്കുക. അത് ഇപ്പൊ ഞാൻ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് സിറ്റുവേഷൻ പറയാണ്. ആ ചെയ്ത പ്രദേശം ഒരു ഇസ്ലാമിക ഭരണത്തിലാണെന്ന് വിചാരിക്കാം, ഇസ്ലാമിക നിയമമാണ് അവിടെ നടപ്പിലാക്കണമെന്ന് വിചാരിക്കാം. എങ്കിൽ ഇങ്ങനെ ചെയ്ത ഈ വ്യക്തികളെ വധശിക്ഷക്കാണ് വിധേയമാക്കുക. കാരണം ഇസ്ലാമിൽ പൗരന്മാർക്കെതിരെ ആയുധമെടുക്കാൻ പാടില്ല, പൗരന്മാർക്കെതിരെ എന്ത് ചെയ്യാൻ പാടില്ല,
ആയുധമെടുത്താൽ അവർക്ക് വധശിക്ഷയാണ് നടപ്പിലാക്കുക എന്നുള്ളത് കൂടി ഇസ്ലാമിക നിയമപ്രകാരം അവർക്ക് വധശിക്ഷയായിരിക്കും കിട്ടുക. ഒബ്വിയസ്ലി നമ്മുടെ നാഷൻ സ്റ്റേറ്റിന്റെ നിയമപ്രകാരം പക്ഷേ ഇസ്ലാമിന്റെ നിയമം ജസ്റ്റ് പറഞ്ഞു മാത്രം. ഓക്കെ, പത്മരാജ് വളരെ ഈ ഒരു ചർച്ചയിൽ ജോയിൻ ചെയ്തതിന് ഇനിയും ഈ രീതിയില് ഈ ഒരു രീതിയിൽ മുസ്ലിം സമൂഹം ഈ തീവ്രവാദത്തിന് ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് നല്ല തന്നെയായിരിക്കും. ഇപ്പൊ ബാസിൽ പറഞ്ഞ പോലെ അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. അത് പത്മരാജന് ഒരു കാര്യം കൂടി പറയാനുള്ളത് വെച്ചാല് ഇവിടെയുള്ള വിശ്വാസികളും ഇതേപോലെയാണ്. അല്ലെങ്കിൽ ഇവിടെയുള്ള കമന്റിൽ പറയട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിനോട് നിങ്ങൾ സംസാരിച്ചാൽ ഇതേ കാര്യമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും കമന്റ് ബോക്സുകളിൽ കാണുന്നത് ഇതിന്റെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അവർ പറയുന്നതല്ലാത്ത രൂപത്തിൽ പോർട്രേ ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പൊ അത് കേൾക്കുന്ന സ്വാഭാവികമായിട്ടും ആൾക്കാർ. ഹലോ, ബാസിന്റെ സൗണ്ട് കട്ടായി, ബ്രേക്ക് ആയി. നെറ്റ് പത്മരാജ് ഉണ്ടാവോ? ഓക്കെ, പത്മരാജ് പിന്നെ എന്താ പറഞ്ഞ വെച്ചാൽ പത്മരാജ് ഇപ്പൊ കേട്ടിട്ടുണ്ടാവും പിന്നെ ഇസ്ലാമിൽ മറ്റുള്ളവരെ കൊല്ലാൻ പറയുന്നു, ഖുറാനിൽ അങ്ങനെ പറയുന്നു എന്നുള്ളതൊക്കെ. സത്യത്തില് പിന്നെ ഖുറാൻ പറഞ്ഞത് നേരെ ബാസിൽ ജോയിൻ ചെയ്തെന്ന് പറയട്ടെ. ഖുറാൻ പഠിപ്പിക്കുന്നത് നേരെ തിരിച്ചാണ്. അതായത് ഒരു നിരപരാധിയെ കൊല്ലാൻ പാടില്ല എന്നും പിന്നെ നിരപരാധിയെ രക്ഷിച്ചാൽ ലോകത്തെ മുഴുവൻ മനുഷ്യൻ രക്ഷിച്ചപ്പോഴെന്ന് പറയുന്നുണ്ട്. ഇനി അങ്ങനെ ചെയ്ത ഒരാൾ ഒരു നിരപരാധിയെ ഇപ്പം കാശ്മീരിൽ ഈ ഒരു നീച പ്രവൃത്തി ചെയ്ത ആളുകളെ കിട്ടിയാൽ അവരെ കിട്ടിയാൽ അവിടുത്തെ പട്ടാളം എന്ത് ചെയ്യണമെന്നാണ് പത്മരാജൊക്കെ ആഗ്രഹിക്കുക? അവരെ കണ്ടെടുത്ത് വെച്ച് വെടിവെച്ച് കൊല്ലാന്നല്ല നമ്മൾ ആഗ്രഹിക്കുക. അത്രയും ക്രൂരമായിട്ടുള്ള ഒരു പണിയാണല്ലോ അവർ ചെയ്തത്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് ചെയ്യേണ്ടത്, ഇനി അവർ യുദ്ധത്തിന് വരിക, നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം പാകിസ്ഥാൻ സേന യുദ്ധത്തിന് വരികയാണ്, നമ്മുടെ ഇന്ത്യക്കാരെ, പാവപ്പെട്ട ഇന്ത്യക്കാരെ കൊല്ലാൻ വേണ്ടി വന്നാൽ അവരോട് സ്വീകരിക്കേണ്ട നിലപാടാണ് ഖുർആൻ അടുത്ത ആയത്തിൽ പറയുന്നത്. പിന്നെ തുടർന്നൊക്കെ പറയുന്നത് നിങ്ങൾ അവരെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക, ആ ശത്രുക്കളെ, അല്ലാതെ അവരെ പിടിച്ചിട്ട് ആരും ഉമ്മ വെക്കുകയോ കെട്ടിപ്പിടിക്കുകയോ എന്നല്ലല്ലോ ചെയ്യാം. ശത്രുക്കളെ ശത്രുവായി കണ്ട് തന്നെ നേരിടണം. അപ്പൊ ഈ ഒരു ഖുർആനിലെ ഈ ഒരു ആയത്ത് എടുത്തിട്ട് പറയും, കണ്ടോ മറ്റുള്ളവരെ കൊല്ലാൻ പറയുന്നുണ്ട്, ശത്രുക്കളെ കൊല്ലാൻ പറയുന്നുണ്ട്, മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞ ശത്രുക്കളെ കൊല്ലാൻ പറയുന്നുണ്ട് എന്ന് ഒക്കെ ഉള്ള ദുർവ്യാഖ്യാനം നടത്താണ്. ഇത് പിന്നെ പലവരും തെറ്റിദ്ധരിക്കുകയാണ് വിഷയത്തിൽ. അതിൽ മുസ്ലിങ്ങൾ പോലും പ്രശ്നമാക്കുകയാണെങ്കിൽ ഇസ്ലാമിക രാജ്യം നടപടി എടുക്കാനാണ് ആവശ്യപ്പെടുന്നത്. അപ്പം പിന്നെ പത്മരാജൻ പോലുള്ള ആളുകൾ ഇത് കൂടുതൽ പഠിക്കുക, ഖുറാൻ ഒരു തവണ വായിച്ചു നോക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഇടയിൽ നമ്മളെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഒക്കെ തമ്മിൽ തല്ലിയിട്ട് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അവരെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അത് എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുണ്ട്. അത് നാം തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു പത്മരാജ്.